ഹായ് ഓൾ. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഒളീമിയോയില് നമ്മുടെ റെസ്റ്റോറി പാരി ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അതിൽ നമ്മുടെ DSI ഡിസ്പ്ലേ, അതായത് 7 ഇഞ്ച് DSI ഡിസ്പ്ലേ കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോൺഫിഗറേഷനാണ്. ഡിഫാൾട്ടായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒളീമിയയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ വർക്ക് ചെയ്യില്ല. അപ്പൊ അതിന് നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അതിന്റെ യൂസർ കോൺഫിഗ് എഡിറ്റ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ച് കമാൻഡുകൾ അതിൽ കൊടുക്കാനുണ്ട്. കുറച്ച് ലൈൻ ഓഫ് കോഡ്സ് നമ്മൾ അതിനകത്ത് കൊടുത്തില്ലെങ്കിൽ അത് എന്ത് ചെയ്യും, ഡിസ്പ്ലേ എടുക്കില്ല. കാരണം അതിന്റെ ടച്ച് ഡ്രൈവറും അതുപോലെ തന്നെ ഇതൊക്കെ ഡിഫാൾട്ട് നമ്മൾ വരുന്ന ലേറ്റസ്റ്റ് വേർഷൻ ഒളീമിയയിൽ നമുക്ക് ഡിഫാൾട്ട് ആയിട്ട് ഉണ്ട്. പക്ഷെ അത് ആ കോൺഫിഗറേഷൻ നമ്മൾ മാനുവലായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അപ്പൊ പലപ്പോഴും ആൾക്കാർ വിചാരിക്കും ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തില്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് എന്താ പറയണേ, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പൊ ഞാനിതിപ്പം ഇന്ന് രാവിലെ തൊട്ട് ട്രൈ ചെയ്തൊരു ഇതായിരുന്നു, ഒരു DSI ഡിസ്പ്ലേ വാങ്ങിച്ചപ്പോൾ അതിനകത്ത് ഒളീമിയോയുടെ ഡിഫാൾട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ റെസ്പെറി OSന്റെ അവരുടെ റെസ്പെറി നോയ്സ് ഇട്ടപ്പോൾ തന്നെ അതിലും എടുക്കുന്നില്ല. അപ്പൊ വേറെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നോക്കിയിട്ടും അതിലും ഈ DSI ഡിസ്പ്ലേ എടുക്കുന്നില്ല. അതിനുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലേറ്റസ്റ്റ് റെസ്പെറി പൈലൊക്കെ വന്നിട്ട് DSI 0, DSI 1 എന്നും പറഞ്ഞിട്ട് 2 DSI കണക്ടേഴ്സ് വരുന്നു. അപ്പൊ ഇതിന്റെ ഒരു നമ്മൾ നോക്കി കൺഫേം ചെയ്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വർക്ക് ചെയ്യില്ല, ഡ്രൈവ് വർക്ക് ചെയ്യില്ല. അപ്പൊ അത് ആദ്യം നമ്മുടെ DSI 0-ലാണോ DSI 1 ആണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പം റെസ്പെറി 4-5-4-നകത്താണെങ്കിൽ അതിൽ DSI 1 ആണ് ഡിഫാൾട്ടായിട്ട് വരുന്നത്. അപ്പൊ നമ്മളത് ഡൗട്ട് പോകുന്നു, നമ്മൾ അത് ഇല്ലല്ലോ 0 ആയാലും നമ്മള് അപ്പൊ നമ്മളത് മിസ്റ്റേക്കുകൾ കാണിക്കും ഈ കോൺഫിഗറേഷൻ. അതിനൊരു പ്രോപ്പർ ആയിട്ടൊരു ഗൈഡ് ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ടപ്പോഴും എനിക്കൊരു 1-2 ട്രൈ ചെയ്തപ്പം എനിക്ക് ടച്ച് മാത്രം വർക്ക് ചെയ്തു. അങ്ങനെ കുറെ പിന്നെ ഞാൻ തന്നെ 1-2 ഇത് റെഫർ ചെയ്ത് ഇത് റെഫർ ചെയ്തിട്ട് ലാസ്റ്റ് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയതാണ്. അപ്പൊ അത് ഇപ്പൊ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ നമ്മളെ പോലെ ഈ റെസ്പെറി പൈ ഇതുപോലെ DSI ഡിസ്പ്ലേ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ പലരും മേടിച്ചിട്ട് ഞാൻ യൂട്യൂബിലും ഞാൻ വീഡിയോ കണ്ടിരുന്നു, പലരും വാങ്ങിച്ചിട്ട് അത് ടച്ച് വർക്ക് ചെയ്യുന്നില്ല, ടച്ച് കംപ്ലൈന്റ് ആണ്. അതായത് ജിറ്റബീനങ്ങാണ്ടൊക്കെ ഓരോ ഡ്രൈവറുകൾ എടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് സാധനം ഡിസ്പ്ലേ ഓൺ ആയി വരും, പക്ഷെ ടച്ച് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ അതായത് പ്രോപ്പർ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ചെയ്താൽ മാത്രമേ അത് ടച്ച് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഒളീമിയയുടെ ഒഫീഷ്യൽ 3.7-ന്റെ ഇമേജ് ഫയൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ കാർഡ് ഫോർമാറ്റ് ചെയ്യണം. നമ്മളിപ്പോ ഓൾറെഡി ഇപ്പം നമ്മൾ ചിലപ്പോൾ OS ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പൊ അത് ഡിഫാൾട്ടായിട്ട് നമുക്കത് ഫോർമാറ്റ് ചെയ്യാതെ എന്താ പറയാ, അതിനകത്തോട്ട് നമുക്ക് ഫ്ലാഷ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആദ്യം അത് ഫോർമാറ്റ് ചെയ്യാം. 3 പാർട്ടീഷൻ ഉണ്ട്. ഒരു ഫോർമാറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പാർട്ടീഷൻ ടൂളാണ്, പാർട്ടീഷൻ അസിസ്റ്റന്റ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അപ്പം ഡ്രൈവുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് പുതിയ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്ത് ഫാറ്റ് EXT ആയിരിക്കും കിടക്കുന്നത്, അത് FAT32 തന്നെ തിരിച്ച് ക്രിയേറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ ചെയ്യുന്ന ടൈമിൽ എറർ വരാൻ ചാൻസ് ഉണ്ട്. അതിന് ഡിഫാൾട്ട് ഫയൽ സിസ്റ്റം തന്നെ യൂസ് ചെയ്യുക. NTFS അല്ലെങ്കിൽ വേറെ ഫയൽ സിസ്റ്റംസ് ഒന്നും
ഓക്കെ, ഇപ്പൊ അത് ഫ്രീ സ്പേസ് ആയിട്ടുണ്ട്, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ അതിന്റെ FAT32 ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. 30 GB ഉള്ളൊരു മെമ്മറി കാർഡാണ്. നമ്മളത് മെമ്മറി കാർഡ് നമ്മൾ ഫോർമാറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ഇക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അതിൽ നമ്മൾ ഫ്ലാഷ് ഫയൽ സെലക്ട് ചെയ്യുക. നമ്മളിപ്പം ഇനി ഡൗൺലോഡ് ചെയ്ത നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ വോളിമിയോയുടെ ഇമേജ് ഫയലാണ്. അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം വേണ്ട, കംപ്രസ്ഡ് ഫയൽ അതുപോലെ തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് SD കാർഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു ഫ്ലാഷ് കൊടുക്കുക. ഇതൊരു പെർമിഷൻ ചോദിച്ചിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആവാനുള്ള പെർമിഷൻ ചോദിക്കും, അത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ അതിൽ കമാൻഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അത് അതിന്റെ ഒരു പെർമിഷൻ അവിടെ ചോദിക്കുന്നത്. അപ്പൊ ഡീകമ്പൈലിംഗ് കഴിഞ്ഞു, ഡീകംപ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് അതിലേക്ക് ഫ്ലാഷ് ചെയ്യണം. ലാസ്റ്റ് ടൈം വെയിറ്റ് ചെയ്യുക. അതിനകത്ത് വേറെ എന്തായാലും പ്രോസസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. കാരണം വേറെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇത് ക്രാഷ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്, അത് പ്രത്യേകിച്ച് പെർഫോമൻസ് കുറവുള്ള സിസ്റ്റത്തിൽ. അപ്പൊ അതുകൊണ്ട് നമ്മളിത് ഈ ഒരു പ്രോസസ്സ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ അത് സ്കിപ്പ് കൊടുക്കരുത്. ഫുള്ള് വാലിഡേറ്റ് ചെയ്തതിനു ശേഷം അത് തന്നെ ഫിനിഷ് ആവും. അത് നമ്മളിടയ്ക്ക് സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോഴത് ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്, ബൂട്ട് ആവാതിരിക്കാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത് പ്രോപ്പറായിട്ട് ഫിനിഷ് ആവുന്നത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ക്ലോസ് ചെയ്യുക. മെമ്മറി കാർഡ് സേഫ് ആയിട്ട് ഇജക്ട് ചെയ്യുക. ഇനി നമുക്ക് ബാക്കി ചെയ്യാനുള്ളത് നമ്മുടെ ഈ മെമ്മറി കാർഡ് നമ്മുടെ റാസ്ബെറി പൈ 4 അതുപോലെ തന്നെ നമ്മളെ ഒരു ഡിസ്പ്ലേ കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്ന അതിൽ കണക്ട് ചെയ്യുക. അതിന് കാർഡ് സ്ലോട്ട് ഇൻസേർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് DSIയുടെ കണക്ഷൻസ് പ്രോപ്പറായിട്ട് കൊടുക്കുക. അതുകൂടാതെ അതിന് കൂടെ വരുന്ന I2C കണക്ഷൻസ്, I2C ത്രൂ ആണ് ടച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കണക്ഷൻസ് പ്രോപ്പറായിട്ട് അത് കൊടുക്കുക. അപ്പൊ I2Cയുടെ കണക്ഷൻ അതിന്റെ GPIയുടെ ഡേറ്റ നമുക്ക് നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ അത് നമുക്ക് അത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ OS ചേഞ്ച് ചെയ്യും, ലിനക്സിലോട്ട് പോകും. ലിനക്സിൽ പോയിട്ട് നമുക്ക്, കാരണം എനിക്കത് ഇച്ചിരി കൂടെ കോമ്പാക്റ്റബിൾ ആയതുകൊണ്ടാണ്, ഇത് വിൻഡോസ് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഗുരുവിന്റെ ഡയറക്ടറി ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്നത് വിൻഡോസിൽ കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് എനിക്ക് ടാസ്ക് ആയതുകൊണ്ട് ഞാനത് ലിനക്സിൽ ഇത്തിരി കൂടെ എളുപ്പം ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ അതിനകത്തോട്ട് OS ചേഞ്ച് ചെയ്യും.
ചേഞ്ച് ചെയ്തിട്ട് ഇനി ബാക്കി നമുക്ക് അതിൽ നോക്കാം. ഇതാണ് നമ്മുടെ റസ്ബെറി പൈ 4. അപ്പോൾ ഇതിൽ നമ്മളിവിടെ കണക്ഷൻ DSIയുടെ കണക്ഷൻസ് കൊടുത്തിരിക്കണം, DSIയിൽ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ 5 വോൾട്ടും ഗ്രൗണ്ടും, അതുപോലെ തന്നെ SCLഉം SDAയും. അത് SCL 1, SDA 1 ആണ്. അതായത് ഇപ്പോൾ ഇത് DSI 1 ആണ്. ഒരിക്കലും സിംഗിൾ പോർട്ട് വരുന്നത്. ഇത് ക്യാമറയുടെ സ്ലോട്ടാണ്, ഇത് ഡിസ്പ്ലേയുടെ സ്ലോട്ടാണ്. ഇവിടെ ഇപ്പം ചിലതിൽ 2 DSI ഡിസ്പ്ലേ വരുന്നുണ്ട്, 0യും 1ഉം വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 0, 1 എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് വരും. ഇത് DSI 1 ആണ് ഈ സ്ലോട്ട്. അപ്പോൾ അത് നമുക്കത് കോൺഫിഗർ ചെയ്യുമ്പം DSI 1 ആയിട്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് കമാൻഡ് സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സാധനം വർക്ക് ചെയ്യില്ല. 0 ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എടുക്കില്ല, ഡിസ്പ്ലേ എടുക്കില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കണക്ട് ചെയ്യുന്നത് DSI 1-ലാണോ DSI 2-ലാണെന്നുള്ളത്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ ലിനക്സ് OS നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് ഓൾറെഡി നമുക്ക് ഇപ്പം റസ്ബെറി പൈ ഇപ്പോൾ ബൂട്ടായി കഴിഞ്ഞു. അപ്പം നമുക്ക് അതിനകത്ത് അതിൻ്റെ വോളിമിയോ വന്നിട്ടുണ്ട്. ഇത് തന്നെ ഇതിൻ്റെ ഇതുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്കിപ്പോൾ അത് കോൺഫിഗർ ചെയ്യാനുള്ള ഇത് വന്നു. അപ്പോൾ നമ്മളത് ഡിഫാൾട്ടായിട്ട് തന്നെ കോൺഫിഗർ ചെയ്യുക. നമ്മൾ വേറെ ഡാക്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈഫൈ കണക്ട് ചെയ്യാനുള്ള നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് കൊടുത്തു. മ്യൂസിക് സോഴ്സ് ബാക്കിയൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്. നെക്സ്റ്റ് നമുക്ക് നെറ്റ്വർക്കിൽ പോയിട്ട് ഫാൾബാക്ക് എനേബിൾ ചെയ്തു. നമ്മുടെ IP ഇതാണ്. ഇനി നമുക്ക് SSH ഓപ്പൺ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് നമുക്ക് SSH കിട്ടണമെങ്കിൽ നമ്മൾ അതിനകത്തൊരു കാര്യം കൂടെ ചെയ്യണം. നമ്മളതിൻ്റെ ഡിസ്കണക്റ്റ് ആയെന്ന്. ഓക്കെ, ഡിസ്കണക്റ്റ് ആയത് ഫാൾ ബാക്ക് വന്നു.
ഇതിൽ SSH നമ്മൾ എനേബിൾ ചെയ്യണം. എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് SSH കണക്ഷൻ കിട്ടത്തുള്ളൂ. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ IP നമ്മുടെ ലോക്കൽ IP ഏതാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഹോട്ട്സ്പോട്ട് IP വെച്ചിട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. നമ്മുടെ ഒളിമയുടെ യൂസർ നെയിം പാസ്വേഡ് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു യൂസർ കോൺഫിഗ് കണ്ടുപിടിക്കണം. ഇതിപ്പം യൂസർ കോൺഫിഗ് ടെക്സ്റ്റ് ഇതാണ് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ ഇതിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ വേറെ ഒന്നും കൊടുത്തിട്ടില്ല, അതായത് യൂസർ കോൺഫിഗറേഷൻ ഒന്നും നിലവിലില്ല. അപ്പം നമുക്ക് ഡിസ്പ്ലേയുടെ കോൺഫിഗറേഷൻ വേണ്ടുന്ന കമാൻഡുകൾ നമുക്ക് ഇതിനകത്താണ് കൊടുക്കേണ്ടത്. ഈ ടെക്സ്റ്റ് ആ ഒരു എന്താ പറയുക കമാൻഡുകൾ നമ്മളിവിടെ ഈ ഒരു ടെക്സ്റ്റ് ഫയലിനകത്ത് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഈ കോൺഫിഗറേഷൻസ് എനേബിൾ ആയിട്ട് നമ്മുടെ ഡിസ്പ്ലേ ഒക്കെ പ്രോപ്പറായിട്ട് അതിൻ്റെ ഡ്രൈവർ വർക്ക് ചെയ്തുള്ളൂ. അപ്പോൾ അതിന് നമുക്കിപ്പം ഞാനിപ്പം ഓൾറെഡി ഇപ്പം യൂസ് ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേവ്ഷെയറിൻ്റെ 7-inch DSI സ്ക്രീനാണ്. അപ്പോൾ കപ്പാസിറ്റി ടച്ചുള്ള DSI സ്ക്രീനാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇത്രയും ലൈൻ ഓഫ് കോഡ്സ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ലൈൻ ഓഫ് കോഡ്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം. ടെക്സ്റ്റ് ഫയലായിട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഡീറ്റെയിൽ ഞാൻ കൊടുത്തിരിക്കാം. ഈ ഒരു ലൈൻ ഓഫ് കോഡ്സ് നിങ്ങളിതിനകത്ത് ഇത് 7-inch DSI ഡിസ്പ്ലേക്ക് മാത്രമാണ്. വേറെ റെസൊല്യൂഷൻ വരുവാണെങ്കിൽ അല്ലെങ്കിൽ വേറെ സൈസ് വരുവാണെങ്കിൽ ഈ കോഡ് ഇതല്ല നിങ്ങളവിടെ കൊടുക്കുന്നത്. ഇത് DSI ആണ്, HDMI അല്ല. DSI ഡിസ്പ്ലേ 7-inch വേവ്ഷെയറിൻ്റെ ഡിസ്പ്ലേയുടെ കോൺഫിഗറേഷനാണ്. ഇതിൽ ഇതിനകത്ത് ഡിസേബിൾ ആയിട്ടിരിക്കുന്ന ഹാഷ് ഇട്ടേക്കണ എല്ലാം ഡിസേബിൾ ആയിട്ടിരിക്കുന്ന ഇതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ വേവ്ഷെയറിൻ്റെ പാനൽ I2C 1-ലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. I2C 1-ൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. അത് തന്നെ അപ്പോൾ അതിന് മനസ്സിലാക്കാണ് ഏത് I2C ഓരോ പോർട്ടുകളുണ്ട്, 1, 2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഏതിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡിസ്പ്ലേയുടെ ഡ്രൈവറിൻ്റെ റെസൊല്യൂഷനും അതിൻ്റെ ഡേറ്റയും അത് നമ്മൾ ഈ ഡ്രൈവർ ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡ്രൈവർ ഇതിൽ ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട്. അപ്പം അത് നമ്മളിവിടെ അതിൻ്റെ ടച്ചിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീനിൻ്റെയും ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് റണ്ണാവും. നമ്മൾ ഇത് ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് കൊടുത്തെന്ന് പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇത് മസ്റ്റായിട്ട് അത് കൊടുത്തിരിക്കണം, ഈ ഒരു കമാൻഡ്. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മളത് സേവ് ചെയ്ത് എക്സിറ്റ് ആവുക. എന്നിട്ട് നമ്മൾ റീബൂട്ട് കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ റീബൂട്ട് ആയിട്ടുണ്ട്. ഒരു മിനിറ്റ്. അതിൻ്റെ ആ ബാക്ക് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്ന ബാക്ക് ലൈറ്റ് ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേ ബൂട്ട് ചെയ്ത്
കയറിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് പോകേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിൽ പോയിട്ട് വീണ്ടും വൈഫൈ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യണം. വൈഫൈ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റ് ആയി. ഇനി നമുക്ക് പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. ടച്ച് പ്ലഗിൻ. ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ പെട്ടെന്ന് നമുക്കിത് അപ്പോൾ നമുക്കിത് പ്ലഗിൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലഗിൻ ഇനി എനേബിൾ ചെയ്യാം. അപ്പോൾ അവിടെ ഇൻസ്റ്റാൾഡ് പ്ലഗിൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ പ്ലഗിൻ 3.40 ആണ് ഇപ്പം ആക്റ്റീവായിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇനിയിപ്പം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒളീമിയോ 5.4 ബൂട്ട് സ്ക്രീൻ അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ഇപ്പം നമുക്കത് ഫുൾ ടച്ചും അതുപോലെ തന്നെ ഡിസ്പ്ലേയും അതിൻ്റെ പ്രോപ്പർ റെസൊല്യൂഷനിലൊക്കെ എടുത്തിട്ടുണ്ട്. ഫങ്ഷണലാണ്, ഫുള്ളി ഫങ്ഷണലാണ്. അപ്പോൾ ഇത് ഈ ഒരു